നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇലക്ട്രൽ ബോണ്ട് വഴിയുള്ള ധനസമാഹരണത്തിൽ അല്ലാന ഗ്രൂപ്പ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ മാംസം കയറ്റുമതി ചെയ്യുന്ന ഗ്രൂപ്പ്, അവർ BJPക്ക് തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ സംഭാവന നൽകിയത് 30 കോടി രൂപയാണ്. BJP മാംസം കയറ്റുമതി ചെയ്യുന്നതിനെ പ്രൊമോട്ട് ചെയ്യുകയും എല്ലാവിധത്തിലും അവർ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊന്ന് ആണ് എന്നുള്ളത് കണക്കുകൾ നോക്കുമ്പോൾ ശരിവെക്കുകയാണ്. മധ്യപ്രദേശിലും ഗുജറാത്തിലും രാജസ്ഥാനിലും ഒക്കെയായി അങ്ങോളം ഇങ്ങോളം BJPയുടെ പല നേതാക്കളും ഈ പറയുന്ന കാറ്റിൽ റെയറിങ്ങുമായി ബന്ധപ്പെട്ട് മാംസം എക്സ്പോർട്ട് ചെയ്യുന്ന മീറ്റ് എക്സ്പോർട്ടിംഗ് കമ്പനികൾ പലതുമുണ്ട് എന്നുള്ളത് ഞെട്ടിക്കുന്ന ഒരു സത്യമാണ്. എന്നിട്ടാണ് ഈ രാജ്യത്ത് മറ്റ് മാംസങ്ങൾ ഭക്ഷിക്കുന്നതിനെതിരെ വിലക്ക് ഏർപ്പെടുത്തുന്നതും അതുപോലുള്ള തക്കിട തരികിട പരിപാടികൾ കാണിച്ച് ആളുകളെ പൊട്ടന്മാരാക്കുന്നത്, വിഡ്ഢിവേഷം കെട്ടിക്കുന്നത്. ഇവിടെ പറഞ്ഞു വരുന്ന വളരെ കൃത്യമാണ്. അല്ലാന ഗ്രൂപ്പ് മാത്രമല്ല, നിരവധിയായ എക്സ്പോർട്ടിംഗ് ഗ്രൂപ്പുകൾ BJPയുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കുന്ന സംഭാവന, അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ കൃത്യമായി പരസ്യമായി വെളിവാക്കുന്നൊരു കാര്യമുണ്ട്. പണത്തിനധിഷ്ഠിതമായി തന്നെയാണ് BJPയുടെ പ്രവർത്തനം എന്നുള്ളത്. അവരുടെ വിദേശ ധനസമാഹരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച്, അതും തെരഞ്ഞെടുപ്പിലെ ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കിയതിനു ശേഷം അവർക്ക് വന്ന ആസ്തി, അവർക്ക് കുമിഞ്ഞുകൂടിയ ആസ്തിയെക്കുറിച്ചുമുള്ള സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിൽ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ എല്ലാവരും ആവശ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യം കൂടിയാണ്. അതിനിടയിൽ ഈ കാറ്റിൽ റെയറിങ്ങുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ കേരള സ്റ്റോറി, ആ ചിത്രത്തിൻ്റെ 2ാം ഭാഗം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പ്രൊപ്പഗാൻഡയാണ് പ്രചരിപ്പിക്കുന്നത്. നേരത്തെ ഛാവ എന്ന സിനിമയിലൂടെ സംഭാൽജി മഹാരാജാവ് ഔറംഗസേബുമായുള്ള ഏറ്റുമുട്ടൽ എന്ന് പറഞ്ഞുകൊണ്ട് ചരിത്രത്തെ തെറ്റായി വളച്ചു. കൃത്യമായി പറഞ്ഞാൽ ഈ രാജ്യത്തെ ചരിത്രത്തെ അവനിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ് BJP. മതസ്പർദ്ധ ഉണ്ടാക്കാൻ ഏതെല്ലാം രീതിയിൽ ചരിത്രത്തെ വളച്ചൊടിക്കാം. പല നൂറ്റാണ്ടുകളിലായിട്ട് ജീവിച്ചിരുന്ന രാജാക്കന്മാരെ എങ്ങനെ നേരിട്ട് തമ്മിലടിപ്പിച്ച് ചരിത്രത്തെ അവനിർമ്മിക്കാം, ഇതാണ് BJP ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി എല്ലാ രീതിയിലും അവർ ശ്രമകരമായിട്ടുള്ള നീക്കങ്ങൾ നടത്തും. അത് പല പ്രൊപ്പഗാൻഡകളായി റിലീസ് ചെയ്യുകയും ചെയ്യും. അതായത് അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ പ്രൊപ്പഗാൻഡിസ്റ്റ് ആയിട്ടുള്ള ഗീബൽസിയൻ തന്ത്രം, അതേ തന്ത്രം തന്നെയാണ് BJP എല്ലായിടത്തും പയറ്റി നോക്കുന്നത്. ഇപ്പോൾ അല്ലാന കമ്പനിയിൽ നിന്ന് വാങ്ങിയ പണം മാത്രമല്ല, പലയിടത്തായി BJP മീറ്റ് റെയറിങ്ങിന് വേണ്ടി, കാറ്റിൽ റെയറിങ്ങിന് വേണ്ടി നടത്തുന്ന രഹസ്യമായ നീക്കങ്ങൾ പാർലമെന്റിൽ പൊളിച്ചെടുക്കുകയാണ് പ്രതിപക്ഷം.